മരണാനന്തരം ഒരു ജീവിതം 100%. അതാരില്ല എന്ന് പറയും. ഞാൻ എങ്ങനെയാണ് ചിലരുടെ പേര് പറയും. ആ പ്രേതബന്ധം ഇയാളിൽ വളരെ കാലം ഉണ്ടായിരുന്നു. ആ കട്ടിലിൽ കിടന്ന് അയാൾ മരിച്ചിട്ടുണ്ട്, അയാൾ ദുരിതപ്പെട്ട് മരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ കട്ടിൽ മറ്റൊരാൾ ഉപയോഗിച്ചാൽ മറ്റേയാളുടെ ദുരിതം ഇയാൾക്ക് വന്നു. കാരണം ഇരുന്ന് ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിഞ്ഞൂടാ എങ്ങനെയാണെന്ന്. അയാൾ ഡെഫിനറ്റായിട്ട് അയാളുടെ ആ ആത്മാവിൻ്റെ അംശം അതിനകത്തുണ്ട്. കേരളത്തിൻ്റെ ഭൗതികമല്ല, പരശുരാമൻ മഴുവെറിഞ്ഞുണ്ടാക്കിയത് തന്നെയാണ്. ഇനി എന്തൊക്കെ ഇല്ലയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു എത്ര ആത്മീയ നശിപ്പിച്ചാലും പിശാച് പോലും, ദൈവവും പിശാച് പോലും കൈകൂപ്പി നിൽക്കും. കാരണം അത്ര ദിവ്യമായിട്ടുള്ള അമ്മ. ഇവിടെ ആ അമ്മയാണ് വെട്ടിക്കൊല്ലുകയും. നെഗറ്റീവ് എനർജി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ആത്മാവ്, ഭൂതം, പിശാച്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിനേക്കാൾ ഉയർന്നൊരു ശക്തിയാണ്. അപ്പോൾ ഈ ദാമ്പത്യ ജീവിതത്തെ പറ്റി പറഞ്ഞതുകൊണ്ടാണ് ഈ ഒരാളുടെ സ്വഭാവം, അയാളുടെ ഭക്ഷണ ശൈലി, അയാളുടെ രീതികൾ, ഇതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അയാളെ അടുത്തറിയണം. അപ്പോൾ ഈ ലിവ് ഇൻ റിലേഷൻഷിപ്പുകളൊക്കെ നല്ലതല്ലേ? അതെന്തിനാണ്? പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതെ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് പൊരുത്തപ്പെടാനകത്ത് വേർപെട്ട് പോകില്ലേ? ഈർക്കില് നമ്മളൊരു ഓല ഇല്ലേ, ലിവിങ് ടുഗദർ എന്ന് പറയുന്നതാണ്. കുറേ കാലം രണ്ടുപേർ പരസ്പരം മനസ്സിലാക്കി ഒരുമിച്ച് ജീവിക്കുന്നു, പിന്നെ പിരിയുന്നു, അല്ലേ? അങ്ങനെ ഉദ്ദേശിച്ചത് പിരിയണം എന്നില്ല, പിന്നെ മുന്നോട്ട് പോകാം, ഒരു കല്യാണം കഴിക്കണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അതുപോലെ തന്നെ അങ്ങ് ജീവിക്കാം. അങ്ങനെ ജീവിക്കില്ല. ഒരു ഘട്ടം കഴിയുമ്പോഴാണ് ഒരു പിരിയും. മറ്റതിന് വിവാഹത്തിന് താലിക്കും വിവാഹ ജീവിതത്തിനും ഒരു രേഖയുണ്ട്, മറ്റേ രേഖകളൊന്നുമില്ല. വിവാഹമാണെങ്കിലും വേർപിരിയാമല്ലോ. വേർപിരിയാം, പക്ഷെ അതിനൊരു രേഖയുണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ. നമ്മളൊരു ക്ഷേത്രത്തിലോ പള്ളിയിലോ കൊണ്ടുവച്ചൊരു വിവാഹം കഴിക്കുന്നതിന് ജീവിതത്തിൽ ഒരു അടിത്തറയുണ്ട്, മറ്റൊരു അടിത്തറയില്ല. ലിവിങ് ടുഗദറിന് ഒരിക്കലും അടിത്തറ. നിനക്ക് എപ്പോൾ വേണമെങ്കിലും നിനക്ക് എന്നെ ഇട്ടിട്ട് പോകാം, എനിക്ക് നിന്നെ ഇട്ടിട്ട് പോകാം. ഇപ്പോൾ ഒരു ഓല നല്ല രസമായിട്ട് നിൽക്കുകയാണ്. അതിൽ ഒരു ഈർക്കിലെടുത്ത് ആ ഈർക്കിലിനെ നമുക്ക് ഇങ്ങനെ എടുക്കാൻ നല്ല രസമാണ്. പക്ഷെ രണ്ടായിട്ട് പ്രവർത്തിക്കഴിഞ്ഞാൽ രണ്ട് കഷ്ടം, ബലമില്ലാതെ പോകും. അതുപോലെയാണ് ലിവിങ് ടുഗദർ എന്ന് പറയുന്നത്. നമുക്ക് ജീവിക്കാം, കുറേ കാലമൊക്കെ ജീവിക്കാം. കുറേ കഴിഞ്ഞ് മടുപ്പ് വരുമ്പോൾ നമുക്ക് മതിയായി, നമുക്ക് പിരിയാം. ഇതൊക്കെ ഒരു വെസ്റ്റേൺ കൺട്രീസിൽ ഈ സംസ്കാരമില്ലാത്ത ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിനൊരു സംസ്കാരമുണ്ട്, ഇല്ലേ? ഒരു നദീ, സിന്ധു, ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഋഷി സംസ്കാരമുണ്ട്. മലനിരകളിൽ ലോകത്തിൻ്റെ വിഗതികളെ നിയന്ത്രിക്കുന്ന ഋഷിമാരുടെ ആകാശത്തേക്ക് ഇങ്ങനെ നോക്കി നിന്നിട്ട് മഴ പെയ്യും എന്ന് പറയുന്ന ഋഷിമാരുടെ ലോകത്താണ്, ഭാരതത്തിലാണ് നമ്മൾ ജീവിച്ചത്. മറ്റ് വെസ്റ്റേൺ കൺട്രീസിലൊന്നും അതില്ല, ഇല്ലേ? മകൻ അമ്മയെ വയസ്സാകുമ്പോൾ കല്യാണം കഴിപ്പിക്കും, അച്ഛനെ പിരിയാം, വേറെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമില്ല. അത് ഭാരതത്തിൽ മാത്രമാണ് അങ്ങനെ ഒരു സംസ്കാരമുള്ളത്. അത് ഞാൻ ഒരുപാട് യാത്ര ചെയ്തുള്ള ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് തിരിച്ചറിയാൻ പറഞ്ഞിട്ട്, നമുക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ജീവിക്കാൻ നമുക്ക് പുണ്യം ചെയ്യണം. ഇത്രയും അതിമനോഹരമായി നിങ്ങൾ തമിഴ്നാട്ടിൽ പോയി കുളിച്ചു നോക്കും, അവിടുത്തെ ജലാംശം എവിടൊക്കെയോ നോക്കിക്കോളൂ. അവിടെ കേരളം പോലെ ഇത്രയും സുന്ദരമായിട്ടുള്ള, അവിടെ നമ്മുടെ രാഷ്ട്രീയവും പൊളിറ്റിക്സും കൊണ്ട് മാറ്റങ്ങളൊക്കെ വരും. പക്ഷേ ഇതിനൊരു അടിത്തറ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഭൗതികമല്ല, പരശുരാമൻ മഴുവെറിഞ്ഞുണ്ടാക്കിയത് തന്നെയാണ്. ഇനി എന്തൊക്കെ ഇല്ലയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു എത്ര ആത്മീയ നശിപ്പിച്ചാലും ഒരിക്കലും നശിക്കാത്തൊരു സത്യം ഇവിടെ കിടപ്പുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ ജീവിക്കുക. ഇവിടെ ലിവിങ് ടുഗദർ എന്ന് പറയുന്ന ഒരു സാധനം ചിലപ്പോൾ ഒക്കെ വരും, പക്ഷെ അതൊന്നും നിലനിൽക്കത്തില്ല. ഇപ്പോൾ ഒരു വിവാഹം കഴിഞ്ഞാൽ ദൈവത്തിന് മുൻപിൽ ഒരു രേഖയുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ രണ്ടാമതൊരു വിവാഹം കഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അപ്പോൾ അത് തെറ്റായിരിക്കും. അങ്ങനെ പൊരുത്തപ്പെടാൻ പറ്റാത്തവർ തമ്മിൽ പിരിഞ്ഞു, വീണ്ടും വിവാഹം കഴിച്ചു. 6 വിവാഹം കഴിച്ചെടുത്തോ എൻ്റെ അടുത്ത് വന്നിരുന്നു. 6 വിവാഹം ഇനി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവൻ കെട്ടിക്കോടാൻ പറഞ്ഞു. കാരണം അവൻ 11 വിവാഹം കഴിച്ചേ പറ്റൂ. യോഗം 11 വിവാഹം പുള്ളി കഴിച്ചേ പറ്റുള്ളൂ. അയാൾ 11 വിവാഹം കഴിക്കും, അല്ലെ 11 ബന്ധം ഉണ്ടാവും. നമ്മൾ ഇതിൻ്റെ ആന്തരികമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്ത ചില ബന്ധങ്ങൾ വേറിട്ട് പോകുന്നത് തന്നെയാണ് നല്ലത്. ഒരുപാട് ഈ ദാമ്പത്യം എന്ന് പറയുന്ന ഒരു മുറിക്കുള്ളിൽ, നമ്മൾ ഈ ഫ്ലാറ്റിൽ താമസിക്കുന്ന പോലെയാണ്. ഫ്ലാറ്റിൻ്റെ ഒരു മുറി വാതിൽ തുറന്നു കഴിഞ്ഞാൽ അകത്തോട്ട് കയറാം, പുറത്തോട്ട് ഇറങ്ങാം, പിന്നെ 4 ചുവരുകൾക്കുള്ളിലാണ് ജീവിതം. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ നമുക്ക്, കാനഡയിലെ കുറിച്ച് ഞാൻ ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു. കാനഡയിലൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ വിദേശത്താണ്, പക്ഷെ ജീവിതമില്ല, സ്വാതന്ത്ര്യമില്ല. ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്, ഇല്ലേ? ഇവിടെ നമ്മൾ അമ്പലത്തിലെ പള്ളിയിലെയും മണിമുഴങ്ങും, പിന്നെ പ്രാർത്ഥനാലയങ്ങളുണ്ട്. അവൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് അവന് വിശ്വസിക്കാം. നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ വിശ്വസിക്കാം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അതൊരു വേറൊരു മേഖലയാണ്. ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം തന്ത്രമന്ത്രവാദികളൊക്കെ ഒരുപാട് വിഷയങ്ങളുള്ളതാണ്, ഇല്ലേ? അടക്കം ചെയ്യുന്ന ശ്മശാനങ്ങളിൽ ഞാൻ അതിനെക്കുറിച്ച് യാത്ര ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ പറയുകയാണ്.
നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരുപാട് സത്യങ്ങൾ, നഗ്നമായ സത്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. ചിലർ കണ്ടെത്തുന്നു, ചിലർ കണ്ടെത്തുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ലിവിങ് ടുഗദർ എന്ന് പറയുന്ന വിഷയം കുറേയൊക്കെ ഇഷ്ടത്തിന് ജീവിക്കുന്നു, കുറേ കാലം ഒരു കട്ടിൽ കിടന്നുറങ്ങുന്നു, കുറേ കഴിയുമ്പോൾ മടുപ്പ് തോന്നുന്നു, നമ്മളൊരു പുതിയ വസ്ത്രം ഇടുന്ന പോലെയുള്ളൂ. കുറേ ദിവസം ഇടുമ്പോൾ നമുക്ക് വിഴുപ്പ് തോന്നി നമ്മൾ കളഞ്ഞു, അത്രയേ ഉള്ളൂ അല്ലേ? നമ്മൾ വേറൊരു വസ്ത്രം വാങ്ങിച്ചിടുന്നു. നമ്മൾ ആന്തരികമായി ചെല്ലുമ്പോൾ മറ്റൊരു ആത്മബന്ധം ഉണ്ടാവില്ല. ലിവിങ് ടുഗദറിനകത്ത് ആത്മബന്ധമില്ല. അതൊരു യാന്ത്രികമായി എവിടെ ഒരിക്കലും ഉണ്ടാവില്ല. അതൊരു ഈ നാളെ ഇവൻ എന്നെ ഇട്ടിട്ട് പോകും എന്ന് വിചാരിക്കുന്ന, നാളെ പരസ്പരം വേർപെട്ട് പോകുന്ന ഒരു മേൽക്കൂരയ്ക്ക് താഴെ ജീവിക്കുന്ന രണ്ട് പേർ. യാന്ത്രികമാണ്. ജീവിക്കാനൊക്കെ പറ്റും, ജീവിക്കാം. പക്ഷെ ജീവിക്കുമോ എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ഉത്തരവൊന്നുമില്ല അല്ലേ? നമ്മളെ ഒരു കുട്ടി ജനിക്കുന്നതിന്, ഒരു സ്ത്രീ ഗർഭം ധരിക്കുന്ന ഒരു കാലമുണ്ട്, അവൾ പ്രസവിക്കുന്ന ഒരു കാലമുണ്ട്. ലോകത്തിലെ ഏറ്റവും വേദനാജനകമായിട്ടുള്ള, ആ വേദനയ്ക്കൂടെ നിർവൃതി ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് ഒരു പ്രസവം ഉണ്ടാകുക. ആ പ്രസവത്തിൽ നിന്നൊരു കുട്ടി ജനിക്കുക. ആ ഒരു അമ്മ എന്ന് പറയുന്നതിന് ഒരു വലിയ സങ്കല്പമുണ്ട്. ദൈവവും മനുഷ്യനും കൈകൂപ്പി നിൽക്കുന്ന ജീവപ്രകാശമാണ് അമ്മ എന്നാരോട് എഴുതിയിട്ടുണ്ട്. AP ഗോപാലനാണെന്ന് തോന്നുന്നു അല്ലേ? പിശാച് പോലും, ദൈവവും പിശാച് പോലും കൈകൂപ്പി നിൽക്കും. കാരണം അത്ര ദിവ്യമായിട്ടുള്ള അമ്മ. ഇവിടെ ആ അമ്മയാണ് വെട്ടിക്കൊല്ലുകയും ആ അമ്മ മകനെ കൊല്ലുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങളിവിടെ ഉണ്ട്. അത് കലിയുഗത്തിൽ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കും. അതുകൊണ്ട് ഇതൊന്നും തന്നെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ദാമ്പത്യം എന്ന് പറയുന്നത് ഇപ്പോൾ മേഘ 27 വയസ്സായി, കല്യാണം കഴിക്കണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കാം. എപ്പോഴെങ്കിലും നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്ന, നമുക്ക് മാനസികമായി അവനുമായിട്ട് ജീവിക്കാം, അവൻ എന്നെ അഡ്ജസ്റ്റ് ചെയ്യും, ഞാൻ എൻ്റെ ചീത്ത പറഞ്ഞാൽ അവൻ കുറേ കഴിഞ്ഞ് വരും, മാറിയിരുന്ന് കരഞ്ഞിട്ട് വരും എന്ന് ചിന്തിക്കുന്ന ഒരു പുരുഷൻ. കാരണം നമുക്ക് ഇത് കൂടുതലാണ്, പവർ കൂടുതലാണ് ജന്മ സമയം വെച്ച്. അതാണ് ഞാൻ ചോദിച്ചത്. സൂര്യൻ്റെ ശക്തി 12 മണി കഴിയണം ശക്തി വരണമെങ്കിൽ. അപ്പം നമുക്ക് ശക്തി കൂട്ടണം. അതേ ശക്തിയുള്ള ഒരാൾ തന്നെ വന്നാൽ അടിയടക്കും. അപ്പോൾ 11 എത്ര മണിയായിരുന്നു? 11 മണി 10:55 ഒരുത്തനെ കിട്ടിയാലേ ശരിയാവുള്ളൂ. ഇത് മറ്റേ ജാതക പൊരുത്തം നോക്കിയാൽ നടക്കൂല. പോയി. ഞാൻ പഠിച്ചിട്ടുള്ള വിശ്വാസത്തിൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യം ഇതാണ്: നെഗറ്റീവ് എനർജി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ആത്മാവ്, ഭൂതം, പിശാച്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിനേക്കാൾ ഉയർന്നൊരു ശക്തിയാണ് ദൈവമെന്നും അതിനെ നമ്മൾ ആരാധിച്ചാൽ നമ്മൾ ഇതിനെയൊന്നും പേടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ആത്മാവ്, ഭൂതം, പിശാച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇത് നല്ല ചോദ്യമാണ്. ദൈവത്തിൽ തന്നെയാണ് ഇതെല്ലാം ഉള്ളത്. നമ്മുടെ ഹൈന്ദവതയിലാണെങ്കിൽ ശാന്തസ്വരൂപിണികളായിട്ടുള്ള ദൈവിക സാന്നിധ്യങ്ങൾ നാട്ടിൽ അസുരന്മാർ ലോകം നശിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ബീഭത്സമായ ഭദ്രകാളിയൊക്കെ ആയിട്ട് വരും. അപ്പോൾ അത് പൈശാചിക ശക്തിയാണ്, പൈശാചികമായ രൂപത്തോടുകൂടി വരുന്നതാണ്. അത് ഉന്മൂലനാശനത്തിന് വേണ്ടി വരുന്നതാണ് അല്ലേ? ദൈവികമായ ശക്തി തന്നെയാണ് മറ്റതിലേക്ക് വരുന്നത്. ഈ പ്രേതമെന്ന് പറയുന്നത് മനുഷ്യനായിട്ട് ജനിച്ച് പുനർജന്മത്തിന് ശേഷം അവൻ ദുഷ്കർമ്മങ്ങൾ ചെയ്താൽ മരിച്ച് അവൻ ആ ലെയറിലേക്ക് പോകുന്ന ഒരു ലെയറുണ്ട് ഓരോന്നിനും. അതിലേക്ക് അണയുന്നതിന് മുമ്പ് അവൻ ശ്മശാനങ്ങളിൽ പോയി നിൽക്കും, ഏകാന്തമായ സ്ഥലത്ത് പോയി നിൽക്കും, കന്നുകാലികളെ കൊല്ലുന്നിടത്ത് പോയി നിൽക്കും, ഏറ്റവും ജീർണിച്ച സ്ഥലങ്ങളിൽ പോയി നിൽക്കും. ആ പ്രേതാത്മാവിൻ്റെ ധൂമപടലങ്ങളാണ്. ഇതൊരിക്കലും വസ്ത്രമൊന്നും കൊടുത്തിട്ടുള്ളതൊന്നല്ല. ആ അനുഭവിക്കുന്ന യാതന മുഴുവൻ അനുഭവിച്ചതിന് ശേഷം മാത്രമാണ് ഇനി സൃഷ്ടിക്കുള്ള ലെയറിലേക്ക് പോവുക. മരിച്ച് ദൈവത്തിൽ പോയി ചേരും എന്നുള്ളതിനെ, ദൈവത്തിൻ്റെ മുമ്പിൽ ചേരുന്നതിന് മുമ്പ് തന്നെ അവൻ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് കഴിഞ്ഞ് മാത്രമേ ആ കടമ്പ കടന്നപ്പുറത്തേക്ക് ചെയ്യൂ. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ തന്നെ ഉണ്ട്. അപ്പോൾ പ്രേതം എന്ന് പറയുന്നത് മരിച്ചു കഴിഞ്ഞാൽ തീർന്നു. അപ്പം ആശുപത്രി വെച്ച് തന്നെ പ്രേതമായി, കിടക്കയിൽ വെച്ച് തന്നെ പ്രേതമായി. പിന്നെ അത് എങ്ങനെയാണ് ഇപ്പോൾ കണ്ടില്ല, നേരത്തെ എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് തോന്നുന്ന ചില അനുഭവങ്ങൾ, ആ അനുഭവങ്ങൾ ഒക്കെ തന്നെ ആ മുറിയിൽ നിറഞ്ഞു നിന്ന്. ഒരാൾ കുറേ കാലം ജീവിച്ചൊരു സ്ഥലം, ഒരാൾ കുറേ കാലം കിടന്നൊരു കട്ടിൽ, ആ കട്ടിലിൽ കിടന്ന് അയാൾ മരിച്ചിട്ടുണ്ട്, അയാൾ ദുരിതപ്പെട്ട് മരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ കട്ടിൽ മറ്റൊരാൾ ഉപയോഗിച്ചാൽ മറ്റേയാളുടെ ദുരിതം ഇയാൾക്ക് വന്നിരിക്കും. അതുകൊണ്ടാണ് പഴയ കാര്യങ്ങൾ, പഴയ ഒരു സാധനങ്ങളും ഉപയോഗിക്കരുതെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഒരു യൂസ്ഡ് കാറ് പോലും അബദ്ധമാണ്. കാറിലിരുന്ന് ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിഞ്ഞൂടാ എങ്ങനെയാണെന്ന്. അയാൾ ഡെഫിനറ്റായിട്ട് അയാളുടെ ആ ആത്മാവിൻ്റെ അംശം അതിനകത്തുണ്ടാവും. ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ഒരാൾ എൻ്റെ അടുത്ത് വന്നിരുന്നു. അതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ അയാൾ ഇടയ്ക്കിടയ്ക്ക് അയാളുടെ ഭാര്യയാണ് വന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ കാറിനകത്ത് ഇയാൾ ഇടയ്ക്കിടയ്ക്ക് വേറൊരാളിൻ്റെ രൂപത്തിൽ സൗണ്ടിൽ സംസാരിക്കും. അപ്പോൾ ഈ സ്ത്രീ ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഒരു കുഴപ്പമില്ലായിരുന്ന ആളാണ്. അമേരിക്കയിൽ വെച്ച് പോകുമ്പോൾ ഒരു കാർ ആക്സിഡൻ്റ് ഉണ്ടായി.
ഇയാൾ കാറിൽ വരുമ്പോൾ ഇയാളല്ല, ഇതിന് മുമ്പിൽ ഒരു കാർ ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് 2 പേര് ആക്സിഡൻ്റ് അവസ്ഥയിൽ കിടക്കുന്നു. അയാൾ ഈ 2 പേരെയും എടുത്ത് വണ്ടിക്കകത്തിടും. എന്നിട്ട് മറ്റേ ഒരാൾ ഇയാളെ തോളിലിരുന്ന് മരിച്ചു. ആ മരിച്ച ആളിൻ്റെ പ്രേതബന്ധം, ആ പ്രേതബന്ധം ഇയാളിൽ വളരെ കാലം ഉണ്ടായിരുന്നു. ഞാനതൊന്നും ചെയ്യില്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അതൊക്കെ റെഡിയാക്കി, പക്ഷെ അതെങ്ങനെ പോയി, അതൊരു അബദ്ധമായി പോയി. അപ്പോൾ പിന്നെ എനിക്ക് പിന്നെ ഈ മരിച്ചവരെല്ലാം തന്നെ എൻ്റെ അടുത്ത് വരാൻ തുടങ്ങി. ഇത് പിന്നെ ഒരാളെ മാറ്റിയത് ഒരു അത്ഭുതമായി. പിന്നെ നിരന്തരം പിന്നെ അതിൻ്റെ തന്ത്രശാസ്ത്രപരമായ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടി വന്നു. അങ്ങനെ ഒരുപാടുണ്ട്, മരണപ്പെട്ടവരുടെ ഒരുപാട് ഇൻസിഡൻറ്റുകളുണ്ട്, ഒരുപാട്. അതൊന്നും ഒരു ശക്തി, അത് ഇന്നതാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. മരണാനന്തരം ഒരു ജീവിതം 100%. അതാരില്ല എന്ന് പറഞ്ഞ് ഞാൻ എങ്ങനെയാണ് ചിലരുടെ പേര് പറയുന്നത്, മരണപ്പെട്ടവരുടെ പേരുൾപ്പെടെ എൻ്റെ അടുത്ത് വരുന്നവർക്കറിയാം. അയാളുടെ രൂപം പറയുന്നു. അപ്പോൾ എന്തുകൊണ്ട് അത് ഇന്നതാണെന്നും നമുക്ക് പറയാൻ പറ്റില്ല.